ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ജെറുസലേമിലെ ഓൾഡ് സിറ്റിയിലൂടെയാണ് കേട്ടോ. ഓൾഡ് സിറ്റിയിലൂടെ നേരെ പോകുന്നത് ഒലിവ് മലയിലേക്കാണ്. ഈ കാണുന്ന ഗോൾഡൻ ഡോം ഇല്ലേ, ഈ ഡോം മഗ്ദലന മേരിയുടെ പള്ളിയാണ് കേട്ടോ. ഇതൊരു റഷ്യൻ ഓർത്തഡോക്സ് ദേവാലയമാണ്. ഇതാണ് ഗോൾഡൻ ഗേറ്റ്. ഇത് ഇപ്പോൾ സീൽ ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. ഇതുവഴി ആർക്കും പ്രവേശനമില്ല. ഇതാണ് നമ്മുടെ ഗെത്സമനിലെ ദേവാലയം കേട്ടോ. ബസിലിക്ക ചർച്ചാണ്. നമുക്കിന്ന് ഇവിടെയാണ് കുർബാനയുള്ളത്. ലാറ്റിൻ ഭാഷയിൽ എഴുതി വെച്ചേക്കുന്നത് ഗാർഡൻ ഓഫ് ഗെത്സമൻ എന്നാട്ടോ. ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒലിവ് മരങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈശോ ഈ ഗാർഡനിൽ വന്ന് പ്രാർത്ഥിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അതുകൂടാതെ തന്നെ സിംബോളൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു വെങ്കല പ്രതിമയും വെച്ചിട്ടുണ്ട്, കാണാം. ശിഷ്യന്മാരുമൊത്തുള്ള അത്താഴത്തിന് ശേഷം യേശു ഇവിടെ വന്ന് പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു എന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. അതുമാത്രമല്ല, ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ശിഷ്യന്മാർ ഉറങ്ങിയത് എന്നും പറയാറുണ്ട്. നമുക്കിനി പള്ളിക്കുള്ളിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് പോകാവേ. ഈ ദേവാലയം ചർച്ച് ഓഫ് ഓൾ നേഷൻസ്, ബസിലിക്ക ഓഫ് അഗുണി അല്ലെങ്കിൽ ഗെത്സമൻ ദേവാലയം എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. ഇതിൻ്റെ ഓൾട്ടറിലും യേശു പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പിക്ചറാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയുടെ കർമ്മത്തിൽ പാട്ട് പാടാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ഞങ്ങളെല്ലാവരും. ഭയങ്കര സന്തോഷമാണ്, ഒരു അനുഗ്രഹമാണല്ലോ. ഇന്നേ ദിവസം ഈ ദേവാലയത്തിലുള്ള എല്ലാ ക്രൂശിത രൂപങ്ങളും മൂടി വെക്കുവേ. ഇതാണ് കേട്ടോ പള്ളിയുടെ പ്രധാന കവാടം എന്ന് പറയുന്നത്. ഇതുവഴിയാണ് നമ്മൾ പള്ളിക്കുള്ളിലേക്ക് കയറുന്നത്. ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ അതിന് മുമ്പ് വന്നിട്ട് കുറച്ച് ഷൂട്ടൊക്കെ ചെയ്യുന്നതാണ്. ഇന്നേ ദിവസം കുർബാനയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പീഡാനുഭവള്ളിയുടെ പ്രത്യേക കർമ്മങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പാട്ട് പാടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്കൊരു ബുക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ പാറയില്ലേ, ഈ ഇരിക്കുന്ന പാറയുടെ ലൊക്കേഷനിലാണ് യേശുവിനെ പിടികൂടുന്നതിന് മുമ്പായി യേശു വേദനിച്ച് പ്രാർത്ഥിച്ച സ്ഥലം എന്നൊക്കെ പറയപ്പെടുന്നത് കേട്ടോ.
മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. രാത്രിയിലും ഞാൻ അങ്ങയെ വിളിച്ചു, അങ്ങ് എനിക്കായി കാത്തുനിന്നില്ല. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന് നൽകിയ നന്മകൾക്കായി അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന്റെ ഉന്നതവും ഭാഗ്യപൂർണ്ണവും പരിശുദ്ധവുമായ നാമത്തിൽ പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. അവിടുന്ന് വിളിച്ചു, അബ്രഹാം. ഇതാ ഞാൻ അവൻ വിളി കേട്ടു. കുട്ടിയുടെ രൂപമങ്ങിയോ ഗാംഭീര്യമോ ആകർഷണമോ ഈശോയെ ധൈര്യപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്നൊരു മാലാഖ പ്രത്യക്ഷനായി. വേദന കഠോരമായപ്പോൾ അവിടുന്ന് കൂടുതൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചു. അപ്പോൾ അവിടുത്തെ വിയർപ്പ് രക്തത്തുള്ളികളായി നിലത്ത് വീണു. ഇപ്പോഴും നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുകയാണോ? നാം മനുഷ്യപുത്രൻ പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുവാനുള്ള സമയമായി. എഴുന്നേൽക്കുവിൻ, നമുക്ക് പോകാം. എന്നെ ഒറ്റുകൊടുക്കുന്നവൻ എത്തിക്കഴിഞ്ഞു. അവിടുത്തെ ഒറ്റിക്കൊടുത്ത യുദാസിന് ആ സ്ഥലം അറിയാമായിരുന്നു. എന്നാൽ ശിഷ്യന്മാരെ ഒന്നിച്ച് ഈശോ പലപ്പോഴും അവിടെ പോകാറുണ്ടായിരുന്നു. ഞാൻ കുടിക്കേണ്ടതല്ലയോ? അനന്തരം യേശു ആ ജനക്കൂട്ടത്തോട് അരുളി ചെയ്തു, ഒരു കവർച്ചക്കാരനെ പിടിക്കാൻ എന്നവണ്ണം വാളുകളും വടികളുമായി നിങ്ങളിപ്പോൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു. ഞാൻ എല്ലാ ദിവസവും ദയവായി എന്നെ പഠിപ്പിച്ചിരുന്നവരല്ലേ? അന്നൊന്നും നിങ്ങൾ എന്നെ പിടികൂടിയില്ലല്ലോ. ഇത് നിങ്ങളുടെ സമയമാണ്. ഇത് അന്ധകാരത്തിൻ്റെ ഭരണമാണ്. പ്രവചനങ്ങൾ പൂർത്തിയാകാൻ ഇങ്ങനെയെല്ലാം സംഭവിച്ച് മതിയാണ്. അപ്പോൾ സഹസ്രാധിപനും പട്ടാളക്കാരും യൂതന്മാരുടെ പരിചാരകരും ചേർന്ന് ഈശോയെ പിടിച്ച് ബന്ധിച്ചു. അത് കണ്ട ശിഷ്യന്മാരെല്ലാവരും അവിടുത്തെ ഉപേക്ഷിച്ച് ഓടിപ്പോയി. എന്നാൽ ഒരു യുവാവ് ഈശോയെ അനുഗമിച്ചിരുന്നു. അവർ അയാളെ പിടികൂടി ധരിച്ചിരുന്ന വസ്ത്രം ഉപേക്ഷിച്ച് അയാളും ഓടി രക്ഷപ്പെട്ടു. അത് കേട്ടപ്പോൾ മഹാപുരോഹിതൻ തന്റെ വസ്ത്രങ്ങൾ വലിച്ചു കീറിക്കൊണ്ട് പറഞ്ഞു. അയാൾ പടിവാതിലിലേക്ക് പോയി. അപ്പോൾ കോഴി കൂവി. അല്പം കഴിഞ്ഞ് അവിടെ നിന്നിരുന്നവർ അടുത്തു ചെന്ന് പത്രോസിനോട് പറഞ്ഞു, താനും അവരുടെ കൂടെയുള്ളവൻ തന്നെ, സംശയമില്ല. തന്റെ സംസാര രീതി തന്നെ അത് തെളിയിക്കുന്നു. അയാൾ പുറത്തേക്ക് പോയി ഹൃദയം നൊന്ത് കരഞ്ഞു. നേരം വെളുത്തപ്പോൾ പ്രധാനാചാര്യന്മാരും ജനപ്രമാണികളും നിയമജ്ഞരും ചേർന്ന് ഈശോയെ വധിക്കുന്നതിനെ പറ്റി ആലോചന നടത്തി. ന്യായാധിപ സംഘത്തിന് മുമ്പാകെ അവിടുത്തെ ഹാജരാക്കിയ ശേഷം അവർ അവിടത്തോട് ഇപ്രകാരം പറഞ്ഞു, നീ മിശിഹായാണെങ്കിൽ അക്കാര്യം ഞങ്ങളോട് തുറന്നു പറയുക. അവിടുന്ന് ഇങ്ങനെ മറുപടി പറഞ്ഞു, എൻ്റെ വാക്ക് നിങ്ങൾ വിശ്വസിക്കുകയില്ല. എൻ്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയുകയുമില്ല. ഇന്നു മുതൽ മനുഷ്യപുത്രൻ സർവശക്തനായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കും. അവർ വീണ്ടും അവിടത്തോട് ചോദിച്ചു, ആകയാൽ നീ ദൈവപുത്രനാണെന്ന് പറയുകയാണോ? അവിടുന്ന് ഉത്തരമരുളി, ഞാൻ ദൈവപുത്രനാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, നമുക്കിനി സാക്ഷികളെ കൊണ്ട് എന്താ ആവശ്യം? നാം തന്നെ നേരിട്ട് കേട്ട് കഴിഞ്ഞല്ലോ. അവർ അവിടുത്തെ ബന്ധിച്ചു. ഗവർണറായിരുന്ന പന്തിയോസ് പിലാത്തോസിന്റെ മുമ്പാകെ ഹാജരാക്കി. ഈശോ വിധിക്കപ്പെട്ട വിവരം അറിഞ്ഞപ്പോൾ അവിടുത്തെ ഒറ്റിക്കൊടുത്ത യൂദാസ് മനക്ലേശത്തോടെ ആ 30 വെള്ളി നാണയങ്ങളുമായി ഇസ്രായേൽക്കാർ കണക്കാക്കിയ 30 വെള്ളി നാണയം എടുത്ത് കർത്താവിനോട് കൽപ്പിച്ചതുപോലെ അവർ കുശവന്റെ പറമ്പിന് കൊടുത്തു എന്നുള്ള ജെറമിയായുടെ പ്രവചനം അങ്ങനെ പൂർത്തിയായി. ജനങ്ങളെ വഴിപഴപ്പിക്കുന്ന കുറ്റം ആരോപിച്ചാണല്ലോ നിങ്ങൾ ഈ മനുഷ്യനെ എന്റെ മുൻപിൽ ഹാജരാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെ ഞാൻ ഇയാളെ വിസ്തരിച്ചു. എന്നാൽ നിങ്ങൾ ആരോപിക്കുന്ന കുറ്റങ്ങളൊന്നും ഞാൻ ഇയാളിൽ കണ്ടില്ല. ഹെറോദേസിനും ഇയാളിൽ കുറ്റമൊന്നും കാണാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഇയാളെ ഇങ്ങോട്ട് തന്നെ തിരിച്ചയക്കുകയാണല്ലോ ചെയ്തത്. പീലാത്തോസ് അവരോട് ചോദിച്ചു, എന്ത്, നിങ്ങളുടെ രാജാവിനെ ഞാൻ വിശുദ്ധീകരിക്കണമെന്നോ? അതിന് പ്രധാനാചാര്യന്മാരാണ് മറുപടി പറഞ്ഞത്, ഞാൻ മനുഷ്യനല്ല, കൃമിയാകുന്നു. മനുഷ്യരുടെ നിന്നാവിഷയവും ജനങ്ങളുടെ പരിഹാസമാത്രമാകുന്നു.
പ്രാർത്ഥിക്കുമ്പോഴേക്കും ഒരുപക്ഷെ ആ പാനപാത്രം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുന്നില്ല, മറിച്ച് നമ്മളെ സ്വർഗത്തിൽ നിന്ന് ഒരു മാലാഖ ഇറങ്ങി വന്ന് നമ്മളെ ധൈര്യപ്പെടുത്തുന്നുണ്ട്. തകർക്കുവാനും അവർ നീക്കം ചെയ്യുവാനും പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. ഇതേ ദിവസം കുരിശിൽ സ്വയം അർപ്പിച്ചവനും മൂന്നാം ദിവസം ഉയർത്തേറ്റ് ഉയർപ്പിലുള്ള പ്രത്യാശ പ്രദാനം ചെയ്തവരുമായി ശമിശിക നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാം സ്ഥലം ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. അവിടെ ദൈവത്തെ നോക്കുക. ചമ്മട്ടിടിയിലെ ശരീരം, രക്തത്തിൽ ഒട്ടുപിടിച്ച വസ്ത്രങ്ങൾ, തലയിൽ പൊൽപൊടി, ഉറക്കമഴിഞ്ഞ കണ്ണുകൾ, ക്ഷീണത്തായി വിധിക്കപ്പെട്ടു. എങ്കിലും അവിടെ എല്ലാം നിശബ്ദമായി ശ്രമിക്കുന്നു. ുമ്പോഴും നിർദ്ദയനായിട്ട് വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായിട്ട് വിധിക്കുമ്പോഴും മകന്റെ ദുഃഖം വർദ്ധിപ്പിക്കുന്നു. 40-ാം ദിവസം ഉണ്ണിയ ദേവാലയത്തിൽ കാഴ്ചവെച്ച സംഭവം അങ്ങയെ സമീപിക്കുന്നു. അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ ശക്തിയില്ല. ലോകത്തിന് മനുഷ്യൻ അങ്ങേക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണം. ഭൂമിയിൽ ഞങ്ങളെ മഹത്വപ്പെടുത്തി എന്റെ ദിവസത്തെ ജോലി ഞാൻ പൂർത്തിയാക്കി. ഈശോ പണ്ടേ മരിച്ചു കഴിഞ്ഞിരുന്നു എന്ന് കണ്ടതിനാൽ അവിടുത്തെ കണക്കാലുകൾ തുറന്നില്ല. എങ്കിലും പടയാളികളിൽ ഒരാൾ കുന്തം കൊണ്ട് അവിടുത്തെ വിലാപം തുറന്നുകൂടി. ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. അനന്തരം ഈശോയുടെ മൃതദേഹം കുരിശിൽ നിന്ന് നൽകി അവർ മാതാവിന്റെ മടിയിൽ കിടത്തി. ഏറ്റവും വ്യാകുലയായ മാതാവേ, അങ്ങേ വത്സലപുത്രൻ മടിയിൽ കിടന്നുകൊണ്ട് മൂകമായ ഭാഷയിൽ അന്ത്യയാത്ര പറഞ്ഞപ്പോൾ അങ്ങനെ ഭവിച്ച സങ്കടം ആർക്കും വിവരിക്കുവാൻ കഴിയും. ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കുന്നു. ശാന്തത ആരംഭിച്ചതുകൊണ്ടും കല്ലറ അടുത്തായതുകൊണ്ടും അവർ യേശുവിനെ അവിടെ സംസ്കരിച്ചു. അങ്ങനെ ആത്മാവിനെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങേ പരിശുദ്ധൻ കഴിഞ്ഞു പോകുവാൻ അനുവദിക്കുകയില്ല. അനന്തമായ പീഡകൾ ശ്രമിച്ച് ബോധത്തിലേക്ക് പ്രവേശിക്കുന്നതായ അങ്ങയോടുകൂടി മരിക്കുന്നവർ അങ്ങയോടുകൂടി ജീവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. വേണ്ടി പരിഹാര ബലിയെയും ഗൗനിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രനാണ് തലക്കപ്പെടുകയും കുന്തത്താക്കപ്പെടുകയും ചെയ്തു. അങ്ങേ പ്രസാദിപ്പിക്കുവാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ. തന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശുമരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രന് ആരാധനയും കൃഷ്ണകൃത്യം പൂർത്തിയാക്കി പരിശുദ്ധാത്മാവിന് സ്തോത്രം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും